പൃഥ്വിരാജിന്റെ കൂടെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് രാജുവേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ്. കാരണം ജനഗണമന ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്ക് രാജുവേട്ടൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം രാജുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനഗണമനയിലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 3 പേജൊക്കെ സിമ്പിളായിട്ട് വന്ന് എന്ന് പറയുന്ന ഒരാൾ, അത്രയും ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരാളാണ്. പ്രേമകഥ ഫസ്റ്റ് ടൈം ആണോ? അതെ, ഞാൻ ആദ്യമായിട്ട് രാജുവേട്ടനെ നേരിട്ട് കാണുന്നത് തന്നെ ഇലായത്ത് ബുദ്ധയുടെ സെറ്റിലാണ്. രാജുവേട്ടന്റെ എത്ര പടങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മള്. ഇത്രയും നോളജബിൾ ആണ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ എപ്പോഴെങ്കിലും രാജുവേട്ടനെ കാണണം, അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റണം എന്നൊക്കെ എല്ലാ ആക്ടേഴ്സ് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ എവിടെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോ ബട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ. കാരണം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചൈതന്യം എന്നുള്ളൊരു ക്യാരക്ടറിൽ ഇത്രയും കംഫർട്ടബിൾ ആവാൻ പറ്റുന്നു. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡബിൾ മോഹനൻ അത്രയും തന്നെ ഒരു കംഫർട്ടബിൾ ഒരു അതെ. പിന്നെ ഇപ്പൊ ധ്രുവൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 പേജൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ലൈറ്റ് ആയിട്ടൊരു സീൻ എടുത്ത് പോലും മൊത്തം പഠിച്ച് പുള്ളി ഫുൾ പ്രിപ്പയർഡ് ആയിരിക്കുന്നതിനും കൂടെ നിങ്ങൾക്കും അതുപോലെ തന്നെ അല്ലേ? അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ അല്ലേ? എന്താണ്, ഒരു ദിവസം എത്ര തിരക്കുള്ളൊരു മനുഷ്യനാണ്. അതെ അതെ. അപ്പോ എന്നിട്ടും എന്ത് പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഓരോ സിനിമ കഴിയുമ്പോൾ ഓരോ ആക്ടേഴ്സിന്റെയും നമ്മളൊരു ടേക്ക് അവേ എടുക്കില്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പഠിച്ചു പോകില്ലേ. എനിക്ക് ആക്ച്വലി രാജുവേട്ടനോട് വർക്ക് ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയത്, ഒരു നല്ല ആക്ടർ ആവണമെങ്കിൽ ആക്ടിങ്ങിനെ കുറിച്ച് മാത്രമല്ല മൊത്തം ചുറ്റുപാടും എല്ലാത്തിനെയും കുറിച്ച് ഇത്രയും ഒരു നല്ല ധാരണ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്ടിങ്ങിനെയും അത് നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ ലൈറ്റിംഗ് ആവട്ടെ, ലെൻസ്, ക്യാമറ,